79ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. ആണവ ഭീഷണി വേണ്ടെന്നും സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വന്തം കരുത്തിൽ വിശ്വസിക്കണമെന്നും ഡോളറിനെയും പൌണ്ടിനെയും ആശ്രയിക്കരുതെന്നും ട്രംപിന് പരോക്ഷ മറുപടിയും മോദി നൽകി. ഗാന്ധി സ്മൃതിയിലും ദേശീയ യുദ്ധസ്മാരകത്തിലും പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തി ദേശീയ പതാക ഉയർത്തിയത്. പിന്നാലെ 103 മിനിറ്റ് നീണ്ടുനിന്ന റെക്കോർഡ് പ്രസംഗത്തിൽ പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും നരേന്ദ്രമോദി പരാമർശിച്ചു. സിന്ധു നദീ ജലകരാറിൽ പുനരാലോചനയില്ല, രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ലെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. भारत ने तय कर लिया है, खून और पानी एक साथ नहीं बहेंगे. अब देशवासियों को भली भांति पता चला है कि सिंधु का समझौता कितना अन्यायपूर्ण है. ആത്മനിർഭർ ഭാരതിന്റെ ആവശ്യകതകളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. തീരുവ വിഷയത്തിൽ അമേരിക്കയെ ലക്ഷ്യം വെച്ച പ്രധാനമന്ത്രി പരോക്ഷ വിമർശനമുയർത്തി. आत्मनिर्भरता का नाता सिर्फ आयात और निर्यात, रुपये, पैसे, पाउंड, डॉलर यहां तक सीमित नहीं है. इतना सीमित अर्थ उसका नहीं है. സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തി. യുവാക്കൾക്കായി മെഗാ തൊഴിലവസര പദ്ധതി പ്രഖ്യാപിച്ച നരേന്ദ്രമോദി മധ്യവർഗത്തിന് അനുകൂലമായി ദീപാവലിയിൽ GST പരിഷ്കരണം നടത്തുമെന്നും അറിയിച്ചു. हम नेक्स्ट जनरेशन GST रिफॉर्म्स लेकर के आ रहे हैं. ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे. सामान्य मानवी की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे. ഇന്ത്യയുടെ പുരോഗതിയെ പ്രതിഫലിക്കുന്ന നയാഭാരത് എന്ന ആശയത്തിലായിരുന്നു ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. സമൂഹത്തിന്റെ വിവിധ തട്ടിലുള്ള 5000-ഓളം പേരാണ് പ്രത്യേക അതിഥികളായി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തത്. മീഡിയ 1, ഡൽഹി.